ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹെഡിങ് എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ സ്വപ്നം. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതാണോ അതോ നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണോ യഥാർത്ഥ സ്വപ്നം? യഥാർത്ഥ സ്വപ്നം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കാണുന്നത് സ്വപ്നം മാത്രമല്ല. ചില സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തും. അതാണ് റിയൽ സ്വപ്നം. ചില സ്വപ്നങ്ങൾ, ചില ആഗ്രഹങ്ങൾ നമ്മളെ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അവിടെ എത്തുന്നത് വരെ. അതാണ് റിയൽ സ്വപ്നം. ഉറക്കത്തിൽ കാണുന്നത് സാധാരണ സ്വപ്നം. അത് പിന്നെ ഓർക്കത്ത് പോലുമില്ല, മറഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഒരിക്കൽ കണ്ട സ്വപ്നത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, അത് നേടിയെടുക്കാൻ. യാക്കോബ് കണ്ട സ്വപ്നം. സ്വപ്നം ഒന്ന് വായിക്കാം. യാക്കോബ്, ഉറക്കെ വായിക്കാമോ? ബേർഷബായിൽ നിന്ന് പുറപ്പെട്ടു. 11-ാമത്തെ വാക്യം. സൂര്യൻ അസ്തമിച്ചപ്പോൾ, അല്ല വീട്ടിലാണോ കയറി തങ്ങിയത് അതോ വഴിക്കോ? വഴിക്ക്. അപ്പൊ പുള്ളിക്ക് എന്തില്ല? ഒരു വീട് പോലും ഇല്ലാത്തവനാണ് ആര്? യാക്കോബ്. ശ്രദ്ധിച്ചു കേട്ടോ, ഒന്നുമില്ലാത്തവരുത്തനാണ് ഇപ്പൊ യാക്കോബ്. കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തവന്റെ പേരാണ് യാക്കോബ്. ഇവിടെ സൂര്യൻ അസ്തമിച്ചാലുള്ള പ്രശ്നം എന്താ? അങ്ങ് കിടക്കുന്ന ഇരുട്ട് പതുക്കെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങും. ഇരുട്ടിങ്ങനെ കയറി അരിച്ചരിച്ച് കയറും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാ. ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ അസ്തമിച്ചപ്പോഴാണ് ഇരുട്ട് കയറിയത്, നിരാശ കയറിയത്, സങ്കടം കയറിയത്, വിഷമം കയറിയത്. അതിങ്ങനെ അരിച്ചരിച്ച് കയറി വന്ന് ഇപ്പൊ നമുക്ക് ആകെ ഒരു സമാധാനം പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വായിച്ച്, ഒരിടത്ത് തങ്ങുകയും ചെലവഴിക്കുകയും ചെയ്തു. അപ്പൊ പുള്ളിക്ക് തല വെച്ച് കിടക്കാൻ 50 രൂപ വിലയുള്ള ഒരു തലയണ പോലും കയ്യിലില്ല. ഒരു തലയണയുടെ വില 30 രൂപ, 50 രൂപ, 10 രൂപയ്ക്ക് വരെ കിട്ടുമായിരിക്കും. വേണ്ട, കുറച്ചൊരു തുണിക്കകത്ത് കുറച്ച് കരിയില പെറുക്കിയിട്ടാലും ഒരു തലയണ ആക്കായിരുന്നു. അതുപോലും 50 രൂപയുടെ തലയണ പോലും ഇല്ലാത്ത ഒരുത്തനാണ് യാക്കോബ്. തലയണയായിട്ട് എന്നാ വെച്ചു? പുള്ളി അവിടെ കിടന്നൊരു കല്ല് ഇവിടെ എടുത്തേച്ച് വെച്ച അതേ കിടന്നുറങ്ങി. വെറും മണ്ണെ കിടക്കുകയാണ്. അപ്പം ജീവിതത്തിൽ തകർന്ന ഒരാളാണ് ആര്? സ്വന്തമായി ഒരു തലയണ പോലും ഇല്ലാത്തവൻ. അതിനേക്കാളും ഉള്ളവരാ നമ്മളെല്ലാവരും. വാടകയ്ക്കാണേലും ഒരു വീടില്ലേ, ഈ നടക്കാനും എടുക്കാനുള്ള ആരോഗ്യമില്ലേ, അതൊരു സമ്പത്താണ്. യാക്കോബിന് തലയണ പോലും ഇല്ല. പുള്ളി ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുമ്പം ആരില്ല, ഭാര്യയില്ല, മക്കളില്ല, സഹോദരന്മാരില്ല, സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല. ആകപ്പാടെ ഒറ്റപ്പെട്ടു പോയി. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? ഉത്തരം പറയണ്ട, മനസ്സിൽ കണ്ടാൽ മതി. ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ആരും ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ കാണും. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്ത പോലെ. ഒത്തിരി പേര് അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ കാണുമ്പോൾ വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ കാറിനൊക്കെ വന്നു പോകുന്നതൊക്കെ നമ്മൾ വിചാരിച്ചു അവർക്ക് ഭയങ്കര സുഖമാണെന്ന്. പക്ഷെ അവർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ തൊട്ട് കരച്ചിലാണ്. അപ്പോഴാണ് മനസ്സിലായത് കാറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വലിയ വീടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, സമാധാനമില്ല, ആകെ ഒരു ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ച ആരായിരിക്കും? യേശുവാണ്. നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ. നല്ലതാണ്, നമ്മുടെ ഒത്തിരി വേദന പരിഹരിക്കപ്പെടും. ഒരു കാര്യം പറയാം, യേശു 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ? ഏകദേശം മിനിമം 10,000-ഓളം പേരുണ്ട്. 5000 പുരുഷന്മാർ തന്നെ അവിടെ ഉണ്ട്. പിന്നെ സ്ത്രീകൾ, കുട്ടികളെല്ലാം കൂടെ 10,000 പേരാണ് എല്ലാം കൂടെ. അത്രയും പേര്. കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാക്കിയപ്പം ആ വീഞ്ഞ് കുടിച്ചവരാണ് ഒരുപാട് പേര്. പക്ഷേ ഈ യേശു അവസാനം യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് രാജാവിൻ്റെ സന്നിധിയിൽ ഇതുപോലെ ഒരു സ്റ്റേജിൽ കയറി, നിങ്ങൾ ആ സിലുവയിലും കണ്ടിട്ടുണ്ടാവും,
100,000 ആളുകൾ ഗ്രൗണ്ടിൽ തടിച്ചുകൂടി നിൽക്കുമ്പോൾ രാജാവ് ചോദിച്ചു, ബറാബാസിനെ വേണോ ഈ നിൽക്കുന്ന യേശുവിനെ വേണോ എന്ന് ആര് ചോദിച്ചു? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ചോദിച്ചു. അപ്പം നാട്ടുകാരെല്ലാം അവിടെ കൂടിയിരുന്ന് ഈ 5 അപ്പം 5,000 പേർക്ക് കൊടുത്തപ്പോൾ തിന്നവരും പണ്ട് വീഞ്ഞു കുടിച്ചവരും ആ സുഖവും സന്തോഷമൊക്കെ അനുഭവിച്ചവർ ഒരെണ്ണം വിളിച്ചു പറഞ്ഞോ, ആ നിൽക്കുന്ന യേശുവിനെ വേണമെന്ന് പറഞ്ഞോ? അതോ കൊലപാതക കുറ്റത്തിനും ജയിലിൽ കിടക്കുന്ന ബറാബാസിന് വേണ്ടി എല്ലാവരും ഒച്ച വെച്ചു? എല്ലാവരും എന്ന് പറഞ്ഞു? പുള്ളിയെ മതി, പുള്ളിയെ മതി. ഈ ആരും വേണ്ട. അതിൻ്റെ അർത്ഥം എന്നാ? ആ സ്റ്റേജിൽ നിൽക്കുമ്പം കേട്ടത് ഒരാൾ പോലും പറഞ്ഞില്ല യേശുവിനെ വേണമെന്ന്. ഒരു ഉപകാരവും ചെയ്യാത്ത ബറാബാസിനെ എല്ലാവർക്കും മതിയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചതാരാ? അത്രയൊന്നും ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ഈ ഒറ്റപ്പെടലിൻ്റെ വേദന യേശുവിനറിയാം. ദൈവം ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ച മറ്റൊരാൾ യാക്കോബ്. ആരുമില്ല കൂടെ, എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു പോയി. കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പം ആകാശത്തേക്ക് നോക്കി, മുകളിൽ ആകാശം, താഴെ ഭൂമി. അപ്പോൾ അടുത്തൊരു കാര്യം നോക്കിക്കോ, എന്തുണ്ടായിന്ന്? അവൻ ഉറങ്ങാൻ കിടന്നു, അവനൊരു ദർശനമുണ്ടായി. ഹല്ലേലൂയ. ഇനി രക്ഷപ്പെടുന്ന കണ്ടോണം, രക്ഷപ്പെടുന്ന കണ്ടോണം. ഇപ്പോൾ ഒന്നുമില്ലാത്തവനാ, 10 രൂപ കൊടുത്ത് ചായ കുടിക്കാൻ പൈസയില്ല. വേണ്ട, രാത്രി കിടക്കുമ്പോൾ തലയണയായി വെക്കാൻ 50 രൂപ കൊടുത്ത് അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു തലയണ മേടിക്കാൻ യാക്കോബിൻ്റെ കയ്യിൽ പൈസയില്ല. തകർന്നു പോയവൻ. ദൈവം എന്നെ അവനെ കാണിച്ചത് ആത്മഹത്യ ചെയ്യാനുള്ള കയറാണോ കാണിച്ചത്, അതോ കുടിച്ച് മരിക്കാനുള്ള വിഷക്കുപ്പിയാണോ കാണിച്ചതെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും തോന്നി നമ്മൾ കണ്ട ദർശനമൊക്കെ ആത്മഹത്യ ചെയ്യാനുള്ള മരവും അതിന് പറ്റിയ കയറും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ മരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഏത് വിഷമാണ് കുടിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നവരൊക്കെയാണ്. ഇത്രയും തകർന്നപ്പം യാക്കോബിനെ ദൈവം എന്താ കാണിച്ചു നോക്കിക്കേ, ഒന്ന് വായിച്ചു നോക്കിയേ. 12-ാമത്തെ വാക്യം. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന കോവണി. കോവണി കണ്ടിട്ടുണ്ടോ? കോവണി കണ്ടിട്ടുണ്ടോ? എന്താ കോവണിയുടെ ഷേപ്പ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ഓരോ പടികളുണ്ട്, പടികൾ. നിങ്ങൾ എന്തേരം വലിപ്പമുള്ള കോവണി കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഈ പള്ളിയിൽ ഇത്രയും മൂളി കയറുന്ന കോവണിയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആകാശത്തോളം ഉയർന്നിരിക്കുന്ന കോവണി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവം യാക്കോബിനെ കാണിച്ചു കൊടുക്കുവാണ്, നീ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട. ആത്മഹത്യ ചെയ്യാനുള്ള കയറും വിഷം കുടിക്കാനുള്ള വിഷമൊന്നും നീ കാണണ്ട. നിന്നെ ഞാൻ ആകാശത്തോളം വളർത്താൻ ആഗ്രഹമുണ്ട് എനിക്ക്. നീ കണ്ടോ കുറേ പടികൾ, അതിലൂടെ നിന്നെ കയറ്റാൻ ഞാനിതാ ഇവിടെ നിൽപ്പുണ്ട്. നിനക്കൊരു നല്ല ഉയർച്ച വരാനുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം ഈ ദേശത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള ദൈവത്തിൻ്റെ ദർശനം അതാണ്. എന്ത്? നീ രക്ഷപ്പെടത്തില്ല, ശരിയാകത്തില്ല, നിന്റെ കുടുംബജീവിതമൊക്കെ പോയി എന്ന് പറയാനല്ല ഞാൻ വന്നത്. ഇന്ന് താഴെ കിടക്കുവാണേലും ഇന്നൊന്നുമില്ലേലും നിന്നെ ദൈവം പടിപടിയായി ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് പറയാനാ അവിടുന്ന് ഇവിടം വരെ വന്നേ. ഇത് ഇന്നു വരെയും ചിലപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട്. ഇത്രയും തകർന്നിരിക്കുന്ന കല്ല് തലയണയായി വെച്ചിരിക്കുമ്പോൾ തല മുഴുവൻ വേദനയാണ്. മണ്ണെ കിടന്നിട്ട് ശരീരം മുഴുവൻ കല്ലുകൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം പറയുക, സാരില്ലടാ, നിന്നെ ഞാൻ ഈ ആകാശത്തോളം വളർത്തും. അപ്പം മുമ്പേ പറഞ്ഞ വചനം സത്യമാണ്. കഴുകന്മാരെ പോലെ നിന്നെ ഞാൻ ആകാശത്ത് ഉയർത്തും. കഴുകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രത്യേകതയുണ്ട്. ആകാശത്ത് ഫ്ലൈറ്റ് നിൽക്കുന്ന പോലെ നിൽക്കും പക്ഷി. ഈ പക്ഷി ഏത്? പരുന്തും കഴുകനും കറക്റ്റ് ഫ്ലൈറ്റ് നിൽക്കുന്ന പോലെ. മറ്റു പക്ഷികൾക്കൊക്കെ ചിറകിങ്ങനെ ആക്കണം, എന്നാലേ പറക്കത്തുള്ളൂ. പരുന്ത് സ്റ്റക്കായതുപോലെ അവിടെ നിൽക്കും. നമുക്ക് തോന്നും ഇത് ഒരു ഫോട്ടോ അവിടെ നിൽക്കുന്നതാണോ, ഒരു ഫ്ലൈറ്റ് നിൽക്കുന്ന പോലെ നിൽക്കും പരുന്തും കഴുകനും. അത്രയും പവറുണ്ട് അതിൻ്റെ ചിറകിന്. അതിനറിയാം അന്തരീക്ഷത്തിൽ ഇത്രയും പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കാൻ അറിയാം. അത്രയും ശക്തമായൊരു ചിറകുള്ള പക്ഷിയാണ് കഴുകൻ. അതാ പറഞ്ഞത്, ആകാശത്തുയർന്നിരിക്കുന്ന ആകാശത്തോളം വലിയൊരു കോവണി. നിന്നെ ഞാൻ ഇതിലൂടെ കയറ്റാൻ ആഗ്രഹിക്കും. ഇന്നും നിനക്കൊന്നുമില്ലെന്നോർത്ത് വിഷമിക്കരുത്. ഇപ്പം നോക്കുമ്പോൾ നിന്റെ കുടുംബജീവിതം സന്തോഷമല്ല, നിന്റെ വിദ്യാഭ്യാസവും കറക്റ്റല്ല, എവിടെ എത്താൻ പറ്റിയിട്ടില്ല, ഒന്നും ശരിയാകുന്നില്ല. നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ആകുലതയാണ്. പക്ഷെ ഇന്ന് നിൽക്കുന്ന അവസ്ഥ ദൈവം നിന്നെ കാണിക്കുന്നത്,
നിന്നെ പടിപടിയായി ഉയർത്താൻ ആഗ്രഹിച്ചു ദൈവം കാണിക്കുന്ന ദർശനമാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കോവണി കണ്ടു. പക്ഷെ ഇതിന്റെ താഴെ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെ നിൽക്കുമോ ഇത്? ആടിക്കളിക്കുവാണോ ഉറച്ചാണോ ഇരിക്കുന്നത്? അതൊരു പ്രത്യേകത. നീ കയറുമ്പോൾ താഴെ വീഴുന്ന കോവണിയല്ല ഇത്. നമ്മളൊക്കെ പലരും പറഞ്ഞിട്ട് പലയിടത്തും കയറി, പക്ഷെ എടുത്തടിച്ച് താഴെ പോയി, ഭയങ്കര നഷ്ടം ഉണ്ടാക്കി. ഇതെങ്ങനത്തെ കോവണിയാണെന്നറിയോ? നീ കയറുമ്പോൾ അടിച്ചു കെട്ടി നിലത്തോട്ട് വീഴുന്ന കോവണിയല്ല. ദൈവം അതിനെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? നോക്കിക്കേ, നോക്കിക്കേ, നോക്കിക്കേ. അതിൻ്റെ അറ്റം ആകാശത്ത്, 12-ാമത്തെ ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന കോവണി. നിന്നെ ദൈവം, എന്നെ ദൈവം എവിടെയെങ്കിലും ഒക്കെ കയറ്റുമ്പോൾ നാളെ അത് ഉരുണ്ടുകെട്ടി വീഴുന്ന ഒന്നേലല്ല കയറ്റുന്നത്. നാളെ കോടാനുകോടി കടത്തിലുള്ള ഒരു ബിസിനസ്സിലേക്കല്ല നിന്നെ കയറ്റുന്നത്. നാളെ അന്തമില്ല കുന്തവും ഇല്ലാതെ തകർന്നു പോകുന്ന ഒന്നിലേക്കല്ല നിന്നെ കയറ്റുന്നത്. ഉറപ്പുള്ള ഒന്നേലെ ദൈവം കയറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചില കോവണി വെക്കും, നമ്മൾ നോക്കത്തില്ലേ, അത് ഉറച്ചാണോ നോക്കും, അല്ലെ ചോട്ടിൽ ഒരാളെ പിടിക്കാൻ നിർത്തും, ഇത് വീഴാതിരിക്കാൻ. ആ കോവണിക്ക് ഇത്രേ നീളമുള്ളൂ. ആകാശത്തോളം ഉയർന്നിരിക്കുന്ന കോവണി എത്ര ഉറപ്പിച്ചാലാ ഉറച്ചു നിൽക്കുക? നിങ്ങൾക്ക് ദൈവം ഒരു അനുഗ്രഹം തരാൻ ഉദ്ദേശിക്കുമ്പം അത് ഉറപ്പുള്ള ഒന്നായിരിക്കും. എന്തുള്ളതായിരിക്കും? അത് ഉറപ്പ്. നാളെ നീ കയറുമ്പം നീ അടക്കം താഴോട്ട് വീഴുന്ന ഒന്നേ ദൈവം കയറ്റത്തില്ല. ഞാൻ അതേ പോയി എൻ്റെ നടുപൊട്ടി വീട്ടിൽ കിടക്കുക, അങ്ങനത്തെ ഒന്നേ ദൈവം കയറ്റത്തില്ല. ഉറപ്പുള്ള, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറപ്പുള്ള. അതിന് മറ്റേ അറ്റം എവിടെയാണ് നിൽക്കുന്നത് നോക്കിയേ. മറ്റേ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ഇപ്പൊ താഴെ എത്ര പേരുണ്ട്? താഴെ യാക്കോബ് എന്ന ഒരുത്തൻ. ഇപ്പൊ യാക്കോബ് എന്ന ഒരുത്തനെ സഹായിക്കാൻ ദൈവം എത്ര പേരെ ഇറക്കി? അടുത്ത വാക്യം, ദൈവദൂതന്മാർ. സിംഗുലർ അല്ല, ദൈവദൂതൻ എന്നല്ല, ദൂതന്മാർ. അപ്പൊ ദൈവം യാക്കോബ് എന്ന ഒരുത്തനെ സഹായിക്കാൻ ദൈവം ഇറക്കിയ ദൂതന്മാരെയാണ്. ദൈവദൂതന്മാർ അതിലൂടെ കയറുന്നു, ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത വാക്യം, കോവണിയുടെ മുകളിൽ നിന്ന് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. അടുത്തത്, നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്ക് നിന്റെ മക്കൾക്ക് ഞാൻ തരും. ഇനി അടുത്ത വാക്യം ഒന്ന് വായിക്കണം. ഇനി ഒത്തിരി അനുഗ്രഹമാണ്. എനിക്ക് കേട്ടെ, യാക്കോബ് ദൈവം കാണിച്ചു കൊടുത്തത് എന്താ? ഒരു സ്വപ്നം, വലിയൊരു സ്വപ്നം. നീ ഇങ്ങനെ ഉയരും ഉയരും ഉയരുമെന്നാണ്. ഇപ്പോൾ ഇവിടെ വചനം കേൾക്കാൻ വന്ന എല്ലാവരോടും എനിക്കിത് പറയാൻ ആഗ്രഹമുണ്ട്. ഇതന്നെയാണ് നിങ്ങളുടെ സാഹചര്യത്തെ നോക്കിയിട്ട് ദൈവത്തിന് പറയാനുള്ളത്. നീ ഉയരും, നീ പടിപടിയായി കയറിപ്പോവും. നിന്റെ വിദ്യാഭ്യാസം നീ പടിപടിയായി കയറും, നിന്റെ ബിസിനസ് നീ പടിപടിയായി കയറി വരും. നിന്റെ കുടുംബജീവിതം ഇന്ന് തകർന്നു കിടക്കുക, സാരമില്ല. പക്ഷെ ഇവിടെ അത്ഭുതമുണ്ട്. എന്തായിരിക്കും അത്ഭുതം? യാക്കോബ് ഇവിടെ കിടക്കുന്നത് യാക്കോബിന്റെ കുടുംബക്കാർ പോലും കണ്ടിട്ടില്ല. പക്ഷെ ആര് കണ്ടു? അതൊരു അത്ഭുതമല്ലേ? യാക്കോബ് കിടക്കുന്നത് മരുഭൂമി, കല്ല് തലയണയാക്കി വെച്ച് കിടക്കുന്നു. നാട്ടുകാരെ കണ്ടില്ല, കൂടപ്പിറപ്പ് കണ്ടില്ല, മക്കള് കണ്ടില്ല, ഭാര്യ കണ്ടില്ല. ഇവരൊക്കെ എന്ത് ചെയ്യുവാ? ആരും കാണാതിരുന്നപ്പോഴും ആര് കണ്ടു? ഇതാണ് നിങ്ങളൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരാരൊക്കെയോ. എന്നെ ആരും കാണാനില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്കാരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാ. പക്ഷെ നീ കരയുന്ന സ്ഥലവും നീ കിടക്കുന്ന സ്ഥലവും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാണുന്ന ഒരു ദൈവമുണ്ട്. കാണുന്നൊരു ദൈവം. എന്നിട്ട് എവിടെയേലും അല്ല ദൈവം കോവണി കാണിച്ചു കൊടുത്തേ. നീ വിഷമിക്കുന്ന സ്ഥലത്ത്, സങ്കടപ്പെട്ട സ്ഥലത്ത്, കരഞ്ഞ സ്ഥലത്ത്, ഒന്നുമില്ലെന്നും പറഞ്ഞ് വേദനിച്ച സ്ഥലത്ത് ദൈവം ഒരു കോവണി കാണിച്ചു. ഇപ്പം എവിടെ ആയിക്കോട്ടെ, ഏത് രാജ്യത്ത്, ഏത് നാട്ടിലായിക്കോട്ടെ, നീ നിൽക്കുന്ന സ്ഥലത്താണ് ദൈവ അനുഗ്രഹം കൊണ്ടുപോയി ഉറപ്പിക്കുന്നത്. നീ ആയിരിക്കുന്ന സംസ്ഥാനത്തായിരിക്കും, വീട്ടിലായിരിക്കും നിനക്കുള്ള നന്മയെ ദൈവം കൊണ്ടുപോയി സ്ഥാപിച്ച് ഉറപ്പിച്ചു വെക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്ന് വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. അപ്പോൾ സത്യമാണ്, ദൈവം നിങ്ങളെ ഉയർത്തും.
ഇനി ഒരു പേജ് പൊട്ടും അങ്ങ് മറിക്കുക. ഒരു പേജും കൂടെ മറിച്ചു കഴിഞ്ഞ് 30-ാം അധ്യായം 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 30-ാം അധ്യായം 43. ഒരു തലയണ പോലും ഇല്ലാത്തവനായിരുന്നു. തല വക്കാൻ ഒരു തലയണ, 50 രൂപയുടെ തലയണ മേടിക്കാൻ പൈസ ഇല്ലാത്തവൻ എവിടെ എത്തി? 30-ാം അധ്യായം 43-ാമത്തെ വാക്യം. അവിടെ വലിയ 50 രൂപയുടെ തലയണ മേടിക്കാൻ പൈസ ഇല്ലാത്തവൻ. അപ്പൊ കോവണി യാഥാർത്ഥ്യമായിരുന്നോ അല്ലയോ? ദൈവം കാണിച്ച കോവണിയിൽ കൂടെ യാക്കോബ് കയറി കയറി എഴുതിയിരിക്കുന്നു. നോക്കിയേ, യാക്കോബ് വലിയ സമ്പന്നനായി മാറി. അയ്യോ, ഒന്നുമില്ലായിരുന്നല്ലോ, ഒരു ഗതിയും പരഗതി ഇല്ലാതിരുന്ന ആളാണല്ലോ ഓരോ തൊട്ട് തുറയിലത്തെ താളിൽ. എങ്ങനെ എത്തി ഇത്രയും വലിയ മിടുക്കനായി? അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നിന്റെ നാളുകളെ അത്ഭുതമാക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു നീ രക്ഷപ്പെടുകയായിരുന്നു. എന്നോട് ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യമാണ്. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നീ രക്ഷപ്പെടത്തില്ലെന്ന്. കാരണം നിനക്ക് മര്യാദയ്ക്ക് ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാത്ത നീ രക്ഷപ്പെടുകയാലും തന്നെയാണ് എൻ്റെ അധികാരികൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാം പറഞ്ഞ് നീ രക്ഷപ്പെടുകയായിരുന്നു. നീ പാവമാണ്, പക്ഷെ രക്ഷപ്പെടത്തില്ല, നിനക്ക് അതിനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല, കഴകത്തില്ല. ആ വാക്കാണ്, നിനക്ക് കഴകത്തില്ല, പ്രാപ്തിയില്ല. പ്രാപ്തിയില്ലാത്ത ഞാൻ എങ്ങനെ ഇവിടെ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നു? ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വചനം പറയുന്നു. ദൈവമാണ് ഒരുത്തനെ കൊള്ളാവുന്ന ഒരുത്തനാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മനുഷ്യർ നോക്കുന്നത് നിന്റെ ഇപ്പോഴത്തെ കഴിവ് കണ്ടിട്ട് കഴകത്തില്ല, കൊള്ളത്തില്ലെന്ന് പറയും. ദൈവം അവനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവനെ കൊള്ളാവുന്ന ഒരുത്തനാക്കി മുന്നിൽ കയറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് നിങ്ങളോട് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സിലേ തോറ്റുപോയി. അപ്പം അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഓഫീസിലെ ഒരു സീൽ വെക്കും, ആ ഒരു സർട്ടിഫിക്കറ്റ് എന്നറിയോ, ഫെയിൽഡ്. അതങ്ങ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നോക്കുന്ന പാടെ ഇതേ കാണത്തുള്ളൂ. അത്രയും വലിയൊരു സീലാണ്. അതിൻ്റെ കളർ റെഡ്. അപ്പോൾ പണ്ടത്തെ സർട്ടിഫിക്കറ്റ് ഈ സൈഡിലാണ്, ഈ സൈഡിൽ പേര്, ഇപ്പുറ സൈഡിൽ മാർക്ക്. രണ്ടാമത് എഴുതി ജയിച്ചാൽ ഇപ്പുറത്തെ പേജിലേ വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് തോറ്റതിൻ്റെ കാര്യമൊന്നും വലിയ വിഷമം തോന്നിയിട്ടില്ല. ഞാൻ തോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെമിനാരിൽ പോകണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അച്ഛനാകണമെന്ന് ഒരു താല്പര്യമുള്ള ആളൊന്നും അല്ലായിരുന്നു. ഞാൻ വൈദികനാകാൻ വേണ്ടി സെമിനാരി പോയതുമല്ല. സെമിനാരി പോയ ഒരുത്തൻ പറഞ്ഞ് നല്ല ഫുഡുണ്ട്, വിട്ടോളാൻ പറഞ്ഞു. നല്ല ഭക്ഷണമാണ്, മിക്ക ദിവസവും ഇറച്ചിയുണ്ട്, മീനുണ്ട്, അടിപൊളി പരിപാടിയാണ്. അപ്പോൾ എനിക്കും തോന്നി ഈ ആഗ്രഹം. അച്ഛനാവുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നെ ഒരിക്കലും അച്ഛനാക്കാൻ കൊള്ളത്തുമില്ലായിരുന്നു. കാരണം എൻ്റെ അപ്പം പള്ളിയിലേ പോകത്തില്ല, ഞാൻ പള്ളിയിലേ പോകുന്ന ആളല്ലായിരുന്നു. എൻ്റെ 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോലും കുടുംബ പ്രാർത്ഥന നടന്നിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ. നിങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ? അപ്പോൾ എന്നേക്കാൾ ഒത്തിരി നന്മയുള്ളവരാണ് നിങ്ങൾ. എൻ്റെ വീട്ടിൽ ഒരിക്കലും എൻ്റെ അപ്പച്ചൻ മദ്യപിച്ച്, എൻ്റെ അപ്പച്ചൻ കുറ്റം പറയല്ല കേട്ടോ, എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വഴക്കം. അപ്പം പറമ്പിലാണ് കിടപ്പ്. സ്കൂൾ വിട്ട് വന്നാൽ ചോറും എല്ലാം എടുത്ത് പറമ്പിൽ കൊണ്ടുപോയി റബ്ബറിൻ്റെ പാറ്റുപുറത്തെ മൂടി വെക്കും. പായ, തലയണ, പാത്രം എല്ലാം. 10 മണിക്കോ 11 മണിക്കോ ഒക്കെ ആയിരിക്കും ചോറുണ്ണുന്നത്. അത് ഇരുട്ടത്തിരുന്ന് വായി ചോറ് വെച്ച് കഴിയുമ്പോഴായിരിക്കും ചൊവ്വ വ്യത്യാസം. അപ്പോഴാണ് നോക്കുന്ന ഉറുമ്പ്. ഈ കൂനനുറുമ്പിനെ കണ്ടിട്ടുണ്ടോ? കൂനനുറുമ്പ്. ആ ഇരുട്ടത്തിരുന്ന് വെളിച്ചം കത്തിച്ച പ്രശ്നമാണ്. വെളുപ്പിന് 3 മണി 4 മണി 5 മണി സമയം ആകുമ്പോഴായിരിക്കും പതുക്കെ വിറക് അടുക്കി വെക്കുന്ന സ്ഥലത്തെങ്കിലും എത്താൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് എന്നോട് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇടാ സെമിനാരി പോക്കോ, നല്ല ഫുഡാണ്, കിടക്കാൻ കട്ടിലൊക്കെ ഉണ്ട്, വിട്ടോളാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ സെമിനാരി പോകാൻ നോക്കിയപ്പോഴാണ് വികാരിയച്ഛൻ ജമ്മോണ്ടെ കത്ത് തരത്തില്ല. 8 പ്രാവശ്യം ഞാൻ പോയി, അച്ഛോ കത്ത് തരുമോ? എന്നോട് പറഞ്ഞു, നിന്റെ അപ്പം പള്ളി വരത്തില്ല, നിനക്ക് കത്ത് തരികയെന്ന് പറഞ്ഞു. അപ്പനെ പള്ളിയിൽ കൊണ്ടുവന്നാൽ കത്ത് തരാമെന്ന് പറഞ്ഞു അച്ഛൻ. 75 കിലോയുള്ള ഭാരമുള്ള എൻ്റെ അപ്പനെ എനിക്ക് അന്ന് എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. എങ്ങനെ കൊണ്ടുവരുവാ പള്ളിയിൽ?
എന്നാലും ഞാൻ വീണ്ടും പോയി, എഴുത്ത് തരുമോ. അവസാനം അച്ഛൻ പറഞ്ഞു, ഇയാൾ വേദപാഠത്തിന് പോലും ജയിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ കത്ത് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടാമത് 10ാം ക്ലാസ്സിൽ എഴുതി ജയിച്ച് എങ്ങനെയൊക്കെയോ കത്തും മേടിച്ച് സെമിനാരിൽ പോയി. അവിടെ ചെന്നപ്പോൾ 2 മണ്ടന്മാരേ ഉള്ളൂ, ഞാനും വേറൊരുത്തരും. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്ന് വന്നവർ, അത്യാവശ്യം എഴുത്തും വായനയൊക്കെ അറിയാവുന്ന സ്റ്റാൻഡേർഡ് വീട്ടിൽ നിന്നൊക്കെ മിനിമം വന്നവരാണ്. നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ് വന്നവർ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, പ്രത്യേകിച്ച് ഞാനേ ഉള്ളൂ. പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളും വിഷമങ്ങളും വെല്ലുവിളികളും എല്ലാം ഉണ്ടായി. ആകെപ്പാടെ ഒറ്റപ്പെട്ടു പോയി. അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു, വീട് തന്നെയാണ് നല്ലത്. പിന്നെ എന്നറിയില്ല അവിടെ പിടിച്ചതെന്ന് എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നോർമൽ ബുദ്ധിയും ഞാൻ പിടിച്ചതെന്നല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവിടെ നിൽക്കാൻ. ആഗ്രഹിച്ചതുമല്ല, ഈ ഒരു രീതി ഒന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. അവിടെ നിന്നു. അങ്ങനെ നിന്ന് ഞാൻ ഈ സെമിനാരിൽ ഈ വചനം പറയുന്ന കാര്യം ഓർക്കുമ്പോൾ ഞാൻ എന്നും ഓർക്കുന്നൊരു കാര്യമാണ്. എൻ്റെ വീട്ടിൽ ബൈബിളില്ലായിരുന്നു. ബൈബിൾ മേടിക്കാൻ പൈസയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല, പൈസയുണ്ട്. പക്ഷേ എൻ്റെ അപ്പച്ചൻ മദ്യപാനി ആയതുകൊണ്ടും ഈ ഒരു സമ്പത്തൊക്കെ, ഒരു ഭക്ഷണവും ഇല്ല, ഒരു ബൈബിൾ മേടിക്കാനുള്ള ചിന്ത പോലും ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എപ്പോഴെങ്കിലും വീട് പ്രാർത്ഥന വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ബൈബിൾ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവെക്കും. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടു കൊടുക്കും. ബൈബിൾ വേണമല്ലോ. അപ്പോൾ 8ാം ക്ലാസ്സിൽ 7-ലും 8-ലും പഠിക്കുമ്പോഴാണ് അന്നത്തെ ഇവിടുത്തെ വികാരി അച്ഛൻ നിർബന്ധമായിട്ടും 7ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് ബൈബിൾ വേണം നിർബന്ധമാക്കി. ഫുൾ ബൈബിളല്ല, സുവിശേഷം. എൻ്റെ വീട്ടിലത് മേടിക്കാൻ പൈസ ഇല്ല, സത്യസന്ധമായിട്ടില്ല. 50 പൈസയുടെ അന്ന് പേനയ്ക്ക് അകത്തിടുന്ന റീഫില്ലറിൻ്റെ വില 50 പൈസയാണ്. ആ 50 പൈസ എടുക്കാൻ വേണ്ടി എല്ലാ സ്ഥലവും പരിധി നോക്കും. കട്ടിലിൻ്റെ അടിയിലൊക്കെ ചൂലിട്ട് അടിച്ചു നോക്കും, സംഭവിച്ചുണ്ടോ അറിയാം. 50 പൈസ എടുക്കാനില്ല. 50 പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ? ഉണ്ടാവും. എല്ലാ സ്ഥലത്തും പരിധി നോക്കും, 50 പൈസ ഉണ്ടോ, എല്ലാ പൈസ എപ്പോഴേലും വച്ച് ഇരിപ്പുണ്ടോ എന്ന് അറിയാൻ നോക്കും. അങ്ങനെ ഈ ഒരു ദിവസം ഈ ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ പള്ളിയിൽ പോയി. 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി. 2-3 ഞായറാഴ്ചയായപ്പം എന്നെ പിടിച്ചു. അച്ഛൻ പറഞ്ഞു, പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടു, ബൈബിളില്ലാണ്ട് വരണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം പള്ളിയിൽ പോകണ്ടല്ലോ. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോക്ക് നിർത്തി. എനിക്ക് പള്ളിയിൽ പോക്ക് നിർത്തിയതിലൊന്നും എനിക്കൊരു വിഷമം തോന്നിയില്ല. അപ്പോൾ പിന്നെ ആരൊക്കെ പറഞ്ഞു പള്ളി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു ബൈബിളില്ലാണ്ട് ഞാൻ പോകത്തുമില്ലെന്ന് പറഞ്ഞു. കാരണം എഴുന്നേറ്റ് നിന്ന് മടുത്തു. എല്ലാവർക്കും ബൈബിളായി. അവസാനം എൻ്റെ വീട്ടിൽ തന്നെ ഒരു ബൈബിൾ അങ്ങ് ഉണ്ടാക്കി. നിങ്ങളാരും ബൈബിൾ ഉണ്ടാക്കരുത്. അന്ന് ആ കാലത്ത് കിട്ടുന്ന ബൈബിൾ ഏകദേശം ഇത്രയുള്ളൊരു ബൈബിൾ, സുവിശേഷം. ഇച്ചിരി കട്ടിയുണ്ട്, ഇത്രയും വീതിയില്ല, ഏകദേശം ഇങ്ങനെ ഇതേ കളറ്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ബൈബിൾ ഇതുപോലെ ഒരു കട്ടിയുള്ള കടലാസ് വെച്ച് കുറേ പേപ്പറൊക്കെ മുറിച്ച് ഏകദേശം ആ രൂപത്തിലാക്കി ഒരു പുസ്തകം ഉണ്ടാക്കി, ഒട്ടിച്ച്, എന്നിട്ട് പൊതിഞ്ഞു. നോക്കുമ്പോൾ ബൈബിൾ പോലൊക്കെ തോന്നും. ഇതുമായിട്ട് ഞാൻ പള്ളിയിൽ പോയി. വീട്ടിലുണ്ടാക്കിയ ബൈബിളാണ്. അപ്പോൾ ഈ വേദപാഠത്തിന് മുമ്പ് വികാരിയച്ഛനൊരു നിർബന്ധമുണ്ട്, ബൈബിൾ ഇങ്ങനെ ഉയർത്തി കാണിക്കണം. ഞാനും ഉയർത്തി കാണിക്കും ബൈബിൾ. അത് ന്യൂസ് പേപ്പർ, മംഗളം, മനോരമയുടെ കുറേ പടലാസൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരച്ഛനും എന്നെ ഒരാളും പിടിച്ചിട്ടില്ല, ആരും ഇതെടുത്ത് നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം ഇതെന്നെ പിടിച്ചു, മേടിച്ചു, തുറന്നു നോക്കി. അച്ഛന് തോന്നി അച്ഛനെ കളിയാക്കിയതാണെന്ന്. എന്നെ ഫ്രണ്ടിൽ കൊണ്ടുപോയി അടിച്ചു. അത് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പം പിന്നെ എന്നേക്കുമായി പള്ളിയിൽ പോക്ക് നിർത്തി. അതോടുകൂടി ഇനി ഒരിക്കലും പള്ളി കയറത്തിൽ ഞാൻ തീരുമാനിച്ചു. ഈ പള്ളി കയറത്തിൽ ഈ അച്ഛനെ വിടത്തൂല, ഈ അച്ഛൻ പോയിട്ട് എനിക്ക് കയറത്തു, നീ പോയാൽ തന്നെ തീരുമാനിച്ചു. എനിക്കും അച്ഛന്മാരെ അത്ര ഇഷ്ടമല്ല. ഈ വിഷമങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് നിങ്ങൾ പറയും. ചിലപ്പോൾ ഒരാളെന്നോട് അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ബട്ടർ ഫ്രൂട്ട് വാടകയ്ക്ക്, ബട്ടർ ഫ്രൂട്ട് പാട്ടത്തിനെടുക്കാൻ വന്ന ഒരാൾ, ക്രിസ്ത്യാനിയെ, പേര് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനി. സംസാരിച്ച് വന്നപ്പോൾ അയാൾ അച്ഛന്മാരെ ഇഷ്ടമല്ലാത്ത ആളാണ്. അയാൾ എന്നോട് പറയാണ്, ഈ വെള്ളക്കാരെ എനിക്ക് വെറുപ്പാന്ന് പറഞ്ഞു. അത് പലർക്കും അങ്ങനെ ചേട്ടാ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുത്തോ, കുഴപ്പമില്ല. എനിക്ക് ഈ വെള്ള ഉടുപ്പിട്ട് കാണുമ്പോഴേ എനിക്ക് അടിവല്ല പെരുപ്പ് വരുന്നു പറഞ്ഞു. പക്ഷേ ഇപ്പം ബട്ടർ ഫ്രൂട്ട് വേണം. അയാൾ കുറേ കുറ്റം പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല, എല്ലാം കേട്ടു. അപ്പോൾ എന്നോട് അയാൾ ചോദിക്കുകയാണ്, എന്താ ഒന്നും പറയാത്തതെന്ന്. ഞാൻ പറഞ്ഞു, എന്നെയുള്ള കുറ്റം പറഞ്ഞത് ഇനി എന്ത് പറയാനാണ്, നിങ്ങൾക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത്രയും പറയാൻ ചോദിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറ എന്നെക്കുറിച്ച് ദൈവം എന്നാ പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞു അങ്ങനെ. ദൈവത്തിന് നിങ്ങളെ അത് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞു.
ഏത് ബട്ടർ ഫ്രൂട്ട് പാട്ടത്തിനെടുക്കാൻ വന്നവൻ ആകെ 4 വരേ ഉള്ളൂ. അത് എടുക്കാൻ വന്നവൻ ക്രിസ്ത്യാനി, വർഷങ്ങളായിട്ട് പള്ളിയിൽ പോകാത്തവൻ. എനിക്ക് വെള്ള ഉടുപ്പിട്ട ആൾക്കാരെ ഇഷ്ടമല്ല, വെറുപ്പാണ്, നിങ്ങളെപ്പോലുള്ളവർ എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞ ആള് എന്നോട് ചോദിച്ചു, അച്ഛൻ ധ്യാനമൊക്കെ നടത്തുന്ന ആളല്ലേ, പ്രാർത്ഥിച്ചിട്ട് പറ എന്നെക്കുറിച്ച് എന്നാ ദൈവം പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ്. ദൈവത്തിന് ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ അയാൾ എന്തിനാ കരഞ്ഞത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കണ്ണ് നിറഞ്ഞു വന്നു. വലിയ കരച്ചിലൊന്നുമല്ല, കണ്ണ് നിറഞ്ഞു. അയാൾ വേഗം വിഷയം മാറ്റി. പിന്നീട് ഞാനൊരു കാര്യം കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ അയാൾ പള്ളിയിൽ വരാൻ പറഞ്ഞില്ല, ധ്യാനം കൂടണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞില്ല. പിന്നീട് അയാൾ പല ദിവസങ്ങളിൽ അവിടുത്തെ ധ്യാനത്തിന് വന്നതായിട്ട് ഞാൻ കണ്ടു. ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അയാൾ ധ്യാനത്തിന് വന്നിരിക്കുന്നു, കുമ്പസാരം നടത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പള്ളിയിൽ പോയി നിർത്തി. ഒരു ദിവസം അച്ഛൻ അന്വേഷിച്ചു വന്നു. അച്ഛൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ ഫുൾ മദ്യപിച്ച് എഴുന്നേക്കാൻ പോലും പറ്റാതെ തിണ്ണേ കിടക്കുകയാണ്. അച്ഛൻ വന്നു, ഒന്നും മിണ്ടിയില്ല, അത് കണ്ടു, പോയി. അന്നാണ് എനിക്ക് പള്ളിയിൽ നിന്നൊരു ബൈബിൾ കിട്ടുന്നത്. ഞാനാണ് ഇന്ന് നിങ്ങളോട് വചനം പ്രസംഗിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. ഞാൻ എനിക്ക് വേറൊരാൾ പ്രസംഗിച്ച് കേട്ടത് ഞാൻ പറയുവല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ വാക്കിൽ പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഇന്ന് കിടക്കുന്നത് ചാണകക്കുഴിയിലാണേലും, ഇന്ന് കിടക്കുന്നത് അങ്ങ് പുറമ്പോക്കിലാണേലും, ദൈവം അവനെ കയറ്റിക്കൊണ്ടുവരാനുള്ള റൂട്ടുണ്ടാക്കും. ദൈവം ഒരു വഴി വെട്ടും. ദൈവം എന്ത് ചെയ്യും? വഴി വെട്ടും. നിങ്ങൾ കണ്ടിട്ടില്ല, റോഡില്ലാത്ത സ്ഥലത്ത് റോഡ് വെട്ടിക്കൊണ്ട് പോവാം. റോഡില്ലായിരുന്നു, പക്ഷെ റോഡ് വെട്ടിയതാണ്. ഇതുപോലെ നമ്മളെ ഉയർത്താൻ ദൈവം ചില വഴികൾ വെട്ടും. നോർമലായിട്ട് പ്രസംഗിച്ചാൽ എനിക്ക് ഈ നാട്ടിൽ വരാൻ പറ്റുമോ? എന്നെ ആരെങ്കിലും ധ്യാനത്തിന് വിളിക്കുമോ? അപ്പം നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് വഴി വെട്ടുമെന്ന് പറയുന്നത് ചുമ്മാതല്ല. ഞാൻ അവിടെ പ്രസംഗിക്കാനിരിക്കുന്ന ധ്യാനമൊക്കെ നടത്തുകയാണ്, ഒരാളും എന്നെ അറിയത്തില്ല. അപ്പോൾ ഒരു മനുഷ്യൻ സുഹൃത്തിനോട് പറഞ്ഞു, അവൻ്റെ പേര് സനൂപ് എന്നാണ്. എന്നിട്ട് പറഞ്ഞേ, ഞാൻ അച്ഛൻ്റെ പ്രസംഗം ഇതേപോലെ തന്നെ ക്യാമറയാണ്, ഞാൻ എടുക്കട്ടെ, എൻ്റെ വീട്ടിൽ ക്യാമറയുണ്ട്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. നീ എടുത്തിട്ട് അവൻ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, നീ എവിടെ ഇടണ്ട, അതൊരു പൊട്ട പ്രസംഗം, ഇടണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാനിത് യൂട്യൂബിൽ ഇടട്ടെ എന്ന് ചോദിച്ചു. അവൻ്റെ യൂട്യൂബ് ചാനൽ. ഞാൻ പറഞ്ഞു, യൂട്യൂബ് ചാനൽ ഇട്ടോ? എനിക്കന്ന് യൂട്യൂബ് എന്നാന്ന് പോലും അറിയത്തില്ല. അതിട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ് ഞങ്ങളുടെ അടുത്തൂടെ. അപ്പോൾ ഒരാൾ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താ ചേട്ടാന്ന് ചോദിച്ചു. അച്ഛാ, എത്രയും പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് പ്രസംഗം ഡിലീറ്റ് ആയിക്കോളാം. അത് 7 പേരെ കണ്ടിട്ടുള്ളൂ, ഞാനും കൂടെ കൂട്ടി 7 പേരായത്. 6 പേരേ ഉള്ളൂ, എൻ്റെ 7. ഒരെണ്ണം കൂടിയിട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം ഞെക്കി നോക്കി, 8 ആവുമെന്ന്. ഒരിക്കലും ആകത്തില്ല. ഒരു പ്രാവശ്യം ഒരാൾ ചെയ്താലേ ആകത്തുള്ളൂ. 7 പേരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ വിളിച്ചു പറഞ്ഞിടാ, യൂട്യൂബിൽ നിന്ന് ആ സാധനം എടുത്ത് കളാ, അത് 7 പേരെ കണ്ടിട്ടുള്ളൂ, നാണക്കേടാണ്. അത് എത്രയോ നാൾ കഴിഞ്ഞിട്ടും 7 പേരെ കണ്ടിട്ടുള്ളൂ. ഒന്നും നമ്മുടെ ഇന്ന സ്ഥലത്ത് ഈ ചേട്ടനെ കണ്ടത്. എന്ത് ഈ നാണക്ക്? ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു, അവൻ ഡിലീറ്റ് ആക്കി. നിങ്ങൾ ഓർത്ത് നോക്കുക, എന്നെയും നിങ്ങൾ പലപ്പോഴും യൂട്യൂബിലായിരിക്കും കണ്ടത്. ഈ സംഭവം ആ റൂട്ട് ദൈവമല്ലേ വെട്ടിയത്? 1 രൂപ കൊടുക്കാതെ ഒരു ക്യാമറക്കാരൻ വന്ന് ഇതെല്ലാം എടുത്ത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് യൂട്യൂബ് ചാനലില്ല. എന്നോട് പലരും പറഞ്ഞു തുടങ്ങ്. ഞാൻ പറഞ്ഞു, ഞാൻ തുടങ്ങത്തില്ല. വേണേ തുടങ്ങാം, സബ്സ്ക്രൈബ് ചെയ്യാം, രാവിലെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് കുറേയൊക്കെ ചെയ്യിപ്പിക്കാം. ഞാൻ ചെയ്തില്ല. എന്നോട് പല ആൾക്കാരും പറഞ്ഞു ചെയ്യ് തുടങ്ങുന്നത്. എന്ത് യൂട്യൂബ്? പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചു, ആ റൂട്ട് ദൈവം ഇങ്ങനെ വെട്ടി തന്നോണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റി, എവിടെയൊക്കെയോ എത്താൻ പറ്റിയത്. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും 10 വർഷം മുമ്പ് ചിന്തിച്ചായിരുന്നോ യൂട്യൂബ് ഉണ്ടാവും, അതിനകത്ത് കുറേ പേര് കാണും, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ധ്യാനം കിട്ടും? നമ്മൾ വിചാരിച്ച വഴിയല്ല, ദൈവം കണ്ട വഴിയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഉണ്ടല്ലോ, നിങ്ങളും രക്ഷപ്പെടാനുള്ള വഴി ആര് കണ്ടിട്ടുണ്ട്? ഇതെപ്പോഴും മറക്കരുത്. ഇസ്രായേൽക്കാര് ചെങ്കടലിൻ്റെ അടുത്ത് വന്ന് നീക്കും വഴി ഉണ്ടായിരുന്നോ ഇല്ലയോ? വല്ല വഴിയുണ്ടോ പോകാൻ? ഒറ്റ വഴിയില്ല. പിന്നെ അവിടെ ഒരു വഴി ഉണ്ടായത് ആര് വെട്ടിയത്? ആ വഴി ദൈവം ഒരു വഴി വെട്ടി അവരെ പുറത്തു കൊണ്ട് കിടക്കുവാണ്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല നിലയിലെത്താൻ, നല്ലൊരു സ്ഥലത്തെത്താൻ ദൈവം ചില വഴികൾ വെട്ടിത്തരും, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് ആ വഴി അടയ്ക്കും. അവർ മാത്രമേ പോലും, ഇസ്രായേൽക്കാർ ആ റൂട്ടിൽ കൂടെ പോലെ, ഈജിപ്തുകാർ പോയില്ല, വെള്ളം മൂടിക്കളഞ്ഞു.
നമുക്ക് വേണ്ടി നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു വഴി ദൈവം കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലൊന്ന് പറഞ്ഞേ. ഞാൻ രക്ഷപ്പെടാനുള്ള വഴി ദൈവം കണ്ടിട്ടുണ്ട്. അത് മതി നമ്മൾ രക്ഷപ്പെടാൻ. അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവമേ, നീ കണ്ട വഴിയിൽ എനിക്ക് കയറിപ്പോണം, രക്ഷപ്പെടണം. ഞാൻ ഓർക്കും, എനിക്ക് പണ്ട് മുതൽ ഈ വചനത്തോട് ഇഷ്ടമായിരുന്നു. വചനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ, ഈ വചനം അറിഞ്ഞതാണ് എൻ്റെ അനുഗ്രഹം. ഈ വചനം അറിഞ്ഞതാണ് എൻ്റെ അനുഗ്രഹം, എൻ്റെ നന്മ, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഈ വചനം അറിഞ്ഞതാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുവാണ്, എന്നെ കണ്ടാരും പഠിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വലിയൊരു കൺവെൻഷൻ നടക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ. അത് കോട്ടയിലുള്ള നായിക്കമ്പറമ്പിലച്ഛനാണ് കൺവെൻഷൻ നടത്തുന്നത്. ആയിരക്കണക്കിന് ആളുകൾ, അങ്ങ് അറ്റത്തെ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. നമുക്കങ്ങനെ അടുത്ത് പോലും കാണത്തില്ല. വല്ല ഓല ഷെഡ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ധ്യാനമാണ്. പല ഭാഗത്തുനിന്നും വണ്ടി, ഗ്രൗണ്ട് മുഴുവൻ വലിയ 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 പരിപാടി, ചിന്തിക്കാൻ പറ്റില്ലാത്ത പരിപാടി. അതിൻ്റെ പുറകുവശത്ത് കോട്ടയിൽ നിന്ന് കൊണ്ടുവന്ന CD അല്ല കാസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? മറ്റേ വള്ളിയുള്ളത്. ഇപ്പോൾ ആർക്കും അറിയില്ല. ഒരു കറുത്ത വള്ളിയുള്ള സാധനമാണ് കാസറ്റ്. അത് ഇടുന്ന ടേപ്പ് റിക്കാർഡിലിടണം. ഇതിങ്ങനെ ഇവരുടെ അച്ഛന്മാരുടെ പ്രസംഗമെല്ലാം CD വിൽക്കുകയാണ്. അന്ന് എൻ്റെ വീട്ടിൽ കരണ്ടില്ല. എൻ്റെ വീട്ടിൽ അന്ന് മണ്ണെണ്ണ വിളക്കാണ്, മെഴുകുതിരി മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉള്ളൂ, കരണ്ടില്ല. അപ്പം ഞാൻ അവിടെ പോയി ഇവരുടെ ഒപ്പം വട്ടം നിന്ന് നോക്കിയപ്പം കാസറ്റ് വിൽക്കാൻ വച്ചിരിക്കുന്നു. ഒരെണ്ണം ഞാൻ അടിച്ചു മാറ്റി, ഒരെണ്ണം ഞാൻ കട്ടെടുത്തു. എന്തിനാ കട്ടെടുത്തതെന്ന് ഇന്നും എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ കരണ്ട് പോലും ഇല്ല. കരണ്ട് ഉണ്ടല്ലോ ഈ സാധനം ഇടാനുള്ള ടേപ്പ് റിക്കാർഡില്ല, റേഡിയോ ഇല്ല. ഇതെന്തിനാ അടിച്ചു മാറ്റിയത്? പക്ഷേ എനിക്ക് ഈ പ്രസംഗം കണ്ടപ്പോൾ എനിക്കൊന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റണം തോന്നി. പൈസയില്ല. ഞാൻ കുറേ നേരം ഒരു കാസറ്റ് എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പതുക്കെ അത് ചേർത്ത് പിടിച്ചൊരു ഓട്ടോ അങ്ങ് ഓടി. കുറേ ദൂരം ഓടി. വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, ഇത് എവിടുന്ന്? ഞാൻ പറഞ്ഞു, ഒരാൾ എനിക്ക് മേടിച്ചു തന്നാണ്. നുണ പറഞ്ഞ ആളാ ഞാൻ നിൽക്കണ ആള്. കട്ടെടുത്ത ആളാണ്. ആളെ എന്നെ കണ്ട് പഠിക്കരുത് നിങ്ങൾ. എന്തോ ഈ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരെ കാണുന്നതും ഇതിൻ്റെ CD സൂക്ഷിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരെണ്ണം അടിച്ചുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ബാറ്ററി ഇട്ട് പ്ലേ ചെയ്യുന്ന ഒരു ടേപ്പ് റിക്കാർഡ് സെക്കൻഡ് മേടിച്ചത്. പുതിയതല്ല, സെക്കൻഡ്. അതിനകത്തിട്ടാണ് ഇത് ആദ്യം കേട്ടത്, ഇവരുടെ പ്രസംഗം. ഞാൻ ഓർക്കാൻ ദൈവവചനത്തെ അതാണ് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ നിങ്ങൾ ദൈവത്തെ തേടണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ, ഉയർച്ച, അനുഗ്രഹമായി ജീവിതത്തിൽ നാളെ മാറുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കോവണി ദൈവം ഉയർത്തും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ദൈവം ഉയർത്തും. വിശ്വസിക്കുമോ? വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. ആരുമില്ലേ? നിങ്ങൾ കൊള്ളാം. എല്ലാ സ്ഥലത്തും ഒരു 50 പേരെങ്കിലും കാണുന്നതാണ്. നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഈ രാജസ്ഥാനിലുള്ള. നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരും ശക്തരും വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരുമാണെന്ന് മനസ്സിലായി. നിങ്ങളെല്ലാവരും നല്ല വിശ്വാസമുള്ളവരാണെന്ന് മനസ്സിലായി. ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചോദിക്കും, വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ, വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. അതും പറയുന്നവർ പറയും. ഇവിടെ എന്തായാലും അത് പറഞ്ഞില്ല. ആദ്യമായിട്ടൊരു അനുഭവം കേട്ടോ. ആരെങ്കിലും 5 പേരെങ്കിലും കാണേണ്ടതായിരുന്നു, ആരുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു തെളിവ് കൊണ്ടുവരാൻ പോവാണ്. ഞാൻ ബൈബിളിൽ ഒരു വാക്യം വായിക്കാം, ഒരു വാക്യം എടുക്കാം. നമ്മുടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഓശാന ദിവസം യേശുവിൻ്റെ ഒരു യാത്രയെക്കുറിച്ച് എഴുതിയൊരു ഭാഗമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 28 മുതലുള്ള വാക്യം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 28 മുതലുള്ള വാക്യം. എന്താണ് ഹെഡിങ്? ഇത് ശ്രദ്ധിച്ച് വായിക്കണം. ഇതാണ് ദൈവം. നാളെ വേറെ ഒരാൾ പ്രസംഗിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതാ ദൈവം എന്ന് പറഞ്ഞ് ഓടരുത്. ഇതാണ് ദൈവം. ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ പഠിപ്പിച്ചു തരുവാ. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ബൈബിൾ എഴുതിയിരിക്കുന്ന സ്വഭാവം ഞാൻ പറയുകയാണ്, വായിക്കുകയാണ്. 28-ാമത്തെ വാക്യം. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ ഒരു അപ്പോയിൻമെൻ്റ് കൊടുത്തു 2 ശിഷ്യന്മാർക്ക്. എന്താ കൊടുത്ത അപ്പോയിൻമെൻ്റ്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോയി കയറിയിട്ടില്ലാത്തൊരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും.
ആരെ കെട്ടിയിരിക്കുന്നത് കാണുന്നത്? എത്രയോ നല്ല ജീവികൾ ആ കാലഘട്ടത്തിലുണ്ട്. പിന്നെ എന്തിനീതിനെ കഴുത. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് പോസിറ്റീവോ നെഗറ്റീവോ? കഴുത, ബുദ്ധിയില്ലാത്ത ജീവി, വിഴുപ്പ് ചുമക്കുന്ന ജീവി. അത് ശരിക്കും ചുമക്കാതിരുന്നാൽ കൊടുക്കും നല്ല പത്തിൽ കൊണ്ട് അടി പുറകുണ്ട്. ചിലപ്പോൾ അതിൻ്റെ വാലെ പിടിച്ച് ചിലർ തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഊട്ടി പോയപ്പം ഒരു മനുഷ്യൻ എന്തോ ഭാരം അതിൻ്റെ ചോട്ടി വെച്ച് അതിൻ്റെ മോളിൽ വെച്ച് നടത്തുക. അത് മടുത്തിട്ട് നിന്നപ്പോൾ അതിൻ്റെ വാല് പിടിച്ച് ഓടിക്കുകയാണ്, വളയ്ക്കുകയാണ്. ഇതെല്ലാ ക്രൂരതയും ചെയ്യുന്ന ഒരു മനസാക്ഷി എന്ത് ചെയ്താലും ഒന്നും മിണ്ടിയല്ല. ആര്? അങ്ങനെ നിൽക്കും. രണ്ട് ജീവികളുടെ വ്യത്യാസം വരണമെങ്കിൽ നേരെ ഇതേ സ്ഥാനത്ത് കുതിരയാണുണ്ടല്ലോ, അവൻ്റെ കാര്യം പോക്കവന് ഒന്നെങ്കിൽ തെറിപ്പിച്ച് കളയും, അല്ലെങ്കിൽ നല്ല തൊഴി കിട്ടും. കഴുത, ഒന്നും പ്രതികരിക്കാൻ പോലും കഴിവില്ലാത്ത, കഴകത്തില്ലാത്ത ജീവി. ഇപ്പൊ യേശു തെരഞ്ഞെടുത്തത് ഏതിനെയാ? ഡോക്ടറേറ്റുള്ള ആരെയല്ല കേട്ടോ. നമ്മളൊക്കെ ഇന്ന് തിരഞ്ഞെടുക്കുന്നതൊക്കെ ഒത്തിരി പേരെ പഠിപ്പിച്ച് കുറെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. എല്ലാം വലിയ കൊമ്പന്മാരാ, ഒന്നും ചെയ്യുന്നില്ല അവര്. രാവിലെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കിടക്കുന്നുണ്ട്, വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് കവിഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല അവര്. കഴുത ചെയ്യുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടോണ്ടിരിക്കും അവര്. ഞങ്ങൾക്ക് പഠിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നത് MB BTech MTech ഉള്ള ആൾക്കാരെ മാത്രമല്ല. ചിലപ്പോൾ അപ്പുറത്തെ പറമ്പി നിൽക്കുന്ന കഴുത നിൽക്കുന്ന എവിടെയായിരിക്കും? ഞാൻ സ്വപ്നത്തിൽ ഭാവനയും കണ്ട കാര്യം പറയാം. ചാണകത്തിനകത്ത് മൂത്രം ഒഴിച്ച് ചെളിക്കകത്ത് നിൽക്കുന്ന ജീവിയാണ് എന്ത്? കഴുത. നിൽക്കുന്ന സ്ഥലം ചാണകത്തിനകത്ത്, ചെളിക്കകത്ത്. ഈ കഴുത മിക്കവാറും ഇന്നലെ രാത്രി അതിനകത്താണ് കിടന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ എന്തുണ്ട്? ഫുൾ ചാണകം. ഒരു 10-30 ഈച്ചയും കാണും ചുറ്റും. ഈച്ച പിടിച്ചിരിക്കുന്ന ജീവിനെയാണ് ഇപ്പൊ ആരഴിക്കാൻ പോണത്? ആരിതിനെ അഴിക്കാൻ പറഞ്ഞു? യേശു പറഞ്ഞു. എനിക്ക് തെറ്റിപ്പോയതാണോ ആവോ? നിനക്കാളും വലിയ വലിയ കൊമ്പന്മാരുണ്ടല്ലോ. റോമിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത് വന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ, അവിടെ MTech എടുത്തവരുണ്ടല്ലോ, BTech എടുത്തവരുണ്ട്, തിയോളജി, ലിറ്ററേച്ചർ, അതിൻ്റെ എല്ലാ ABCD A to Z കഴിഞ്ഞ് ഇരിപ്പുണ്ട്. ആരെ എടുത്തില്ല? ആരെ എടുത്ത്? ഇപ്പം ഒരു MTech ഇല്ല, ഒരു BTech ഇല്ല, ഒരു സെമിനാരിയും പഠിച്ചിട്ടില്ല, എവിടെയും പഠിച്ചിട്ടില്ല. അപ്പുറത്തെ മരത്തിൽ നിന്ന് വട്ടം കറങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ദൈവം അതിനെ അഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. എന്നാ നോക്കിക്കേ, നിങ്ങളതിനെ അഴിച്ചോണ്ട് വരണം. അഴിച്ചോണ്ട് വരുമ്പം ആൾക്കാർ ചോദിക്കും. 31-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. ഈ ചാണകത്തിൽ കിടക്കുന്ന, ചെളി കിടക്കുന്ന ആ ജീവിനെ എന്തിനാ അഴിച്ചേന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാര്യം അടുത്ത് പറയുന്നുണ്ട്. നാട്ടുകാർക്ക് ആവശ്യമുണ്ടെന്നല്ല, കർത്താവിന്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ ചെളി കിടന്നതിന് എന്തിനാ ദൈവത്തിന് ആവശ്യം? ഈച്ച പിടിച്ചിരുന്ന ഈ ജീവിനെയോ, ഈ ബുദ്ധിയില്ലാത്തതിനെയോ, ഈ കഴകത്തില്ലാത്തതിനെയോ? ചിലപ്പോൾ ചിന്തിക്കുമ്പം ആ കഴുത ഇന്നാരാ? ചിലപ്പോൾ തോന്നും ഞാനാണോ ഇതെന്ന്. അല്ല, ഇത് ഞാൻ തന്നെയാണ്. ഞാൻ നിന്നത് ചാണകത്തിലാണ്, ചെളിയിലാണ്. ഈച്ച പിടിച്ചു, കഴകത്തില്ല, ബുദ്ധിയില്ല, വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ജീവി. ഇന്ന് ദൈവം അതിനെ നോക്കിയിട്ട് പറയുന്നു, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന്. മനുഷ്യൻ ഇന്നൊരു സെമിനാരി സിസ്റ്റർ ആകാൻ ചേർക്കാൻ എന്തെല്ലാം ക്യാമ്പ്, എന്ത് കാര്യമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്? ദൈവം സെലക്ട് ചെയ്യുന്നത് കണ്ടോ? നമ്മൾ വീട്ടിൽ അപ്പനും അമ്മ എല്ലാം നോക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ദൈവം സെലക്ട് ചെയ്ത് ആ ചാണകത്തിൽ കിടന്ന അതിനെ. ഇത് നമ്മളെല്ലാം നോക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതമായത്. ദൈവം നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ അല്ല കുഞ്ഞെ ദൈവം സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എന്നെ ഒന്നും ദൈവം തിരഞ്ഞെടുക്കില്ല, ഞാനൊക്കെ വെറും പൊട്ട മനുഷ്യനല്ലേ, എന്നെ എന്തിനു കൊള്ളാം? നിന്നെ ആയിരിക്കും ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. നിന്നെ ആയിരിക്കും ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. നിനക്കറിയത്തില്ല. അയ്യോ, ഞാൻ ചാണകത്തിലാണ് കിടന്നത്, യോഗ്യതയില്ല, പാപിയാണ്, ചെളിയിലാണ് നിൽക്കുന്നത്, മുഴുവൻ ഈച്ചയാ. ദൈവത്തിന് നിന്നെ ഇഷ്ടം. നല്ല സിമെന്റ് തറ കിടന്ന വേറെ കഴുതയൊക്കെ ഉണ്ട്, അതിനൊന്നും തിരഞ്ഞെടുത്തില്ല. ഈച്ച പിടിച്ച നീ കുഴപ്പമില്ല, നീ വരാൻ പറഞ്ഞു. ആ വാക്ക് നല്ലതാണ്. കർത്താവിന് ആവശ്യമുണ്ട്. എന്തുണ്ട്? ആവശ്യമുണ്ട്.
എന്നിട്ട് ആ കഴുതനെ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞോ, ഫുൾ ചാണകമാ, ആ അപ്പുറത്തെ പൈപ്പിൻ്റെ ചോട്ടി കൊണ്ട് കുളിപ്പിക്കുക പറഞ്ഞോ? ഇല്ല. അപ്പൊ ദൈവം നമ്മൾ കാണുന്ന പോലെ അല്ല ദൈവം കാണുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇന്നും ഇങ്ങനെയാണ്. നിങ്ങൾ അറിയുന്ന എത്ര മിടുക്കന്മാരുണ്ട്, അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കഴുതയൊക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് കഴുതയെ ചെയ്യുന്നുള്ളൂ. ഇന്ന് വലിയ നിങ്ങൾ ചിന്തിച്ച 10 മിടുക്കന്മാരെ എടുക്ക്, അവർ ദൈവത്തിന് വേണ്ടി ഒരു ചൂക്കും ചെയ്യുന്നില്ല. അവർ വേഷം കെട്ടി നടക്കുന്നേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി ആരും ചെയ്യുന്നില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും അല്ല ലോകം. ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ ദൈവത്തെ അറിഞ്ഞേനെ. ആരും അറിഞ്ഞിട്ടില്ല. നമ്മളധികം പേര് നമ്മളിലൂടെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പക്ഷേ അസൂയപ്പെടരുത്. ആ കഴുതേനെ ദൈവം കൊണ്ടുവന്നിട്ട് എന്തു ചെയ്തു? അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടിട്ട് ആര് കയറിയിരുന്നു? യേശു അതേ കയറിയിരുന്നു. പശുവിനെ കറക്കുന്നവർക്കറിയാം, പശുവിനെ കറക്കുന്നത് പോലും കുളിപ്പിച്ചിട്ടാ, അല്ലെങ്കിൽ ആ പാലയിൽ ചാണകത്തിന് മണം വരും. പക്ഷെ യേശു അതിനെ കുളിപ്പിച്ചു. അതിനെ ആ ഇരിക്കുന്ന അവസ്ഥയിൽ യേശു അതിനെ സ്നേഹിച്ചു. നിങ്ങൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ്. അവസ്ഥ മാറ്റുന്നത് ദൈവമാണ്. ഇനി അടുത്ത കേട്ടോണം. നമ്മുടെ ജീവിതമാണ് നമുക്ക് തോന്നും, എല്ലാവർക്കും തോന്നും എന്നെക്കുറിച്ചാണല്ലോ, എല്ലാവർക്കും തോന്നും ഇത് എന്നെക്കുറിച്ച് തന്നെയാന്ന് തോന്നും. ഈ കഴുത യേശു കയറിയിരുന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ എന്നാ ചെയ്തേ? തുണി എടുത്തിട്ട് നിലത്തോട്ട് വിരിച്ചു. ചെളിയിൽ നിന്ന കഴുത ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? നല്ല പട്ടുമെത്തേ കൂടെ നിൽക്കുകയാണ്. സ്വപ്നത്തിൽ വിചാരിച്ച് കാണുമോ ഈ കഴുത എനിക്ക് ഇതുപോലൊരു കാലം ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവോ? ഈ കഴുത ഇന്നിങ്ങനെ നിൽക്കാനുള്ള കാരണം ആര് ജീവിതത്തിൽ വന്നോണ്ടാ? ഇത് മനുഷ്യന്റെ കാര്യത്തിലും കഴുതയുടെ കാര്യത്തിലും സത്യമാണ്. നിങ്ങൾ ഇന്ന് ചാണകത്തിലായിരിക്കും, ഇന്ന് ആർക്കും വേണ്ടായിരിക്കും, ഇന്ന് ഈച്ച പിടിച്ച് കിടക്കുക, ആർക്കും വേണ്ട. നാളെ നിങ്ങളെ അവിടുന്ന് അഴിച്ച് പട്ടുമെത്തെ കയറ്റി നിർത്തുന്ന ദൈവം വിചാരിക്കാത്ത വീട് തരും, വിചാരിക്കാത്ത ജോലി തരും, നല്ല കല്യാണം നടക്കും, നല്ല ജീവിത പങ്കാളി വരും, നല്ല ചുറ്റുപാട് വരും. ഒരിക്കലും കയറിയിട്ടില്ല, ഒരിക്കലും മേടിക്കത്തില്ലെന്ന് വിചാരിച്ച കാറൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്വന്തമാവും. അപ്പം കയറിയിട്ട് വലിയ ആൾ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടെന്ന് പറയരുത്. നിങ്ങൾ ഇന്ന് നല്ല നിലയിൽ നിൽക്കാൻ കാരണം നിന്റെ ജീവിതത്തിൽ ഒരാൾ വന്ന് കയറിയതുകൊണ്ടാണ്. ആര്? ഇത് മറന്നു പോയതാണ് പലരും തോറ്റുപോകാൻ കാരണം. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല നിലയിലെത്തുമ്പോൾ എല്ലാം അഹങ്കരിക്കും, ഭയങ്കര കേമത്തരം കാണിക്കും, വലിയ പുള്ളിയാന്ന് പറയും. എന്നാണോ മാത്യു എന്ന പേരുള്ള ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ വലിയ ധ്യാനം നടത്തുന്നതെന്ന് ചിന്തിക്കുന്നത്, അന്ന് ഞാൻ തോറ്റുപോകും. എന്ന് വരെ ഞാൻ ചിന്തിക്കും ഞാനൊരു കഴുതയാണ്, ചാണകത്തിലാണ് ഞാൻ നിന്നത്, ഈച്ച പിടിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ, എനിക്കിന്ന് നല്ല കാലം ഉണ്ടായത്, ഈ ആൾക്കാരൊക്കെ ബഹുമാനിച്ചത്, എനിക്ക് നല്ല ഒരു റൂം തന്നത് ദൈവമേ നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം കാലം ഞാൻ ജയിച്ചുകൊണ്ടിരിക്കും. എന്നും ഞാൻ ചിന്തിക്കുന്നു അത് എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ കളിയാണ്, ഞാൻ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ട് എത്തിയതാ എന്നും ഞാൻ ചിന്തിക്കുന്നു, അന്ന് ഞാൻ തോക്കും. ഹല്ലേലൂയ. ഇത് കഴുതയ്ക്ക് മാത്രം എല്ലാവർക്കും കിട്ടും. ഈ ചെളിയിൽ നിന്ന് ഈ പട്ടുമെത്തെ ദൈവം കയറ്റും. ഇപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കല്ലല്ല എടുത്തത്, എന്താ ഓല എടുത്ത് വീശാൻ തുടങ്ങി. കഴുത തന്നെ വിചാരിച്ചു കാണും എന്നാ പറ്റിയെന്ന് ആൾക്കാർക്ക്. അപ്പൊ കഴുതയോടും ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുക്കും, നിന്റെ മിടുക്കല്ല, നിന്റെ ജീവിതത്തിൽ ഒരാൾ വന്ന് കയറിയിട്ടുണ്ട്, അതാണ് നിനക്ക് ഇത്രയും ആളുകളുടെ ബഹുമാനവും ഇഷ്ടവും സ്വീകരണവും ഒക്കെ കിട്ടാൻ കാരണം. നിനക്ക് എംടക്കും ബിടെക്കും ഉള്ളതുകൊണ്ടല്ല, നിന്റെ ജീവിതത്തിൽ ഒരാൾ വന്ന് കയറിയിരിപ്പുണ്ട്, തലപൊക്കി നോക്ക്, അതാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട ഈ വചനം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആര് വിഷമം വിചാരിക്കരുത്, ആരെ ഉദ്ദേശിച്ചോ ആരെ വിഷമിപ്പിക്കാനോ അല്ല. സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വെച്ചത് എൻ്റെ ജീവിതമാണ്, ഞാൻ എൻ്റെ പുറകെ കണ്ടത്. ഈ കഴുത ഞാനാണ്, നമ്മൾ ആരൊക്കെയോ ആണ്. നമ്മൾ വിചാരിച്ചു ഏറ്റവും എംടക്കുള്ളവരെ മാത്രമേ ദൈവം ഉപയോഗിക്കുള്ളൂ എന്ന്. അല്ല, ഈച്ച പിടിച്ച നിന്നെയും ദൈവം ഉപയോഗിക്കും. ഈ ചാണകത്തിൽ നീ കിടക്കുന്നതിൽ ദൈവം നിന്നെ പൊക്കിക്കൊണ്ട് വരും.
അഴിച്ചോണ്ട് വരും. എന്നിട്ട് സ്വപ്നം പോലും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും. ആ ദൈവമാണ്, അതാണ് ബൈബിൾ പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച്, ഉറക്കെ പറഞ്ഞ ആ വാക്ക്, ഉയരും. അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പോവാം. അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പോവാം.